ഹലോ, നമ്മൾ ഇന്നൊരു കഥ പറയാൻ പോകുന്നത് യേശുപ്പച്ചൻ ചെയ്ത ഒരു കാര്യമാണ്. ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. യേശുപ്പച്ചൻ പോയ വഴികളിൽ യേശുപ്പച്ചൻ പല അത്ഭുതങ്ങളും ചെയ്തു. പല രോഗികളെയും സൗഖ്യമാക്കി. പലർക്കും പല ഉപകാരങ്ങളും യേശുപ്പച്ചനെ കൊണ്ട് ഉണ്ടായി. അപ്പോൾ യേശുപ്പച്ചൻ പോകുന്ന വഴികളിലെല്ലാം എവിടെയൊക്കെ യേശുപ്പച്ചൻ വരുന്നോ അവിടെയെല്ലാം അത് കേട്ട് ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരിക്കൽ യേശുപ്പച്ചൻ ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അപ്പോൾ അവിടെ പല കാര്യങ്ങളും യേശുപ്പച്ചൻ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ യേശുപ്പച്ചനെ കാണാൻ വേണ്ടി വന്നു. ഓക്കെ, ഒത്തിരി ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ യേശുപ്പച്ചനെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുപ്പച്ചൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇവർക്ക് കഴിക്കാൻ വല്ല ആഹാരം കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു ബാലൻ്റെ കയ്യിൽ, ഒരു കുട്ടിയുടെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ എണ്ണാൻ പറ്റില്ല. 1 2 3 4 അങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റില്ല. എണ്ണാൻ പറ്റുന്നതിനപ്പുറം യേശുപ്പച്ചനെ കാണാൻ വേണ്ടി, യേശുപ്പച്ചൻ്റെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം. ആ ആഹാരം കൊടുക്കാൻ ഈ 5 അപ്പവും 2 മീനും പറ്റുമോ? മോന് അല്ലെങ്കിൽ മോക്ക് വിശന്ന അപ്പം തന്നാൽ എത്ര അപ്പം കഴിക്കും? 1 അല്ലെങ്കിൽ 2 അപ്പം കഴിക്കും. ഓക്കെ, ഇവിടെ എത്ര അപ്പം ഉള്ളത്? 5 അപ്പം ഉണ്ട്. അവിടെ എത്ര പേരുണ്ട്? ഒത്തിരി ആൾക്കാരുണ്ട്. ഈ ഒത്തിരി ആൾക്കാർക്ക് ഈ 5 അപ്പം നമ്മൾ മുറിച്ച് കുറച്ച് ഷെയർ ചെയ്ത് കൊടുത്താലും ആവില്ല. ഓക്കെ, അതേപോലെ തന്നെ അപ്പം 5 ഉണ്ട്. മീൻ എത്ര ഉള്ളത്? 2 മീനേ ഉള്ളൂ. ഈ 2 മീൻ എന്തോരം മുറിച്ച് കൊടുത്താലും ഇത്രയും പേർക്ക് വിശപ്പ് എങ്ങും മാറില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ശിഷ്യന്മാർക്കൊക്കെ ഇതെന്ത് ചെയ്യണം എന്ന് അറിയില്ല. അപ്പോൾ യേശുർത്താവ് എന്താ അവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വന്നിരിക്കുന്ന ആൾക്കാരെ എല്ലാം ഇരുത്താൻ പറഞ്ഞു. ഓക്കെ, എന്താ പറഞ്ഞ്? ആ വന്നിരിക്കുന്ന ആൾക്കാരെ എല്ലാം ആഹാരം കഴിക്കാൻ വേണ്ടി ഇരുത്താൻ യേശുപ്പച്ചൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ യേശുപ്പച്ചൻ പറഞ്ഞ പ്രകാരം ശിഷ്യന്മാർ അതുപോലെ അനുസരിച്ചു. അങ്ങനെ എല്ലാവരെയും അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തി. എന്നിട്ട് യേശുപ്പച്ചൻ എന്നാ ചെയ്തതെന്നറിയാമോ? അപ്പോൾ അവിടെ ധാരാളം പുല്ലുള്ളത് കൊണ്ട് അവിടെ എല്ലാവരും സുഖമായിട്ട് ഇരുത്താൻ പറ്റി. അത് കഴിഞ്ഞിട്ട് യേശുപ്പച്ചൻ എന്നാ ചെയ്തതെന്നറിയാമോ? യേശുപ്പച്ചൻ ഈ അപ്പം, എത്ര അപ്പം? 5 യവത്തപ്പവും 2 മീനും എടുത്തിട്ട് വാഴ്ത്തി പ്രാർത്ഥിച്ചു. ഓക്കെ, യേശുപ്പച്ചൻ വാഴ്ത്തിയിട്ട് പറഞ്ഞു, കഴിക്കാനിരുന്നവർക്കെല്ലാം അത് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു, പങ്കിട്ട് കൊടുക്കാൻ പറഞ്ഞു, ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ മീനും ചെയ്യാൻ പറഞ്ഞു. അപ്പവും ഷെയർ ചെയ്യാൻ പറഞ്ഞു, മീനും അങ്ങനെ ഷെയർ ചെയ്ത് അവിടെ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ അത് കൊടുത്തു. അപ്പോൾ ഒത്തിരി പേരുണ്ട്. എത്ര അപ്പം ഉണ്ടായിരുന്നു? 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പേർക്കും ആ മീനും അപ്പവും പങ്കിട്ട് കൊടുത്തപ്പോൾ എല്ലാവർക്കും മീനും അപ്പവും കിട്ടി. ഓക്കെ, 5 അപ്പം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പോഷിപ്പിച്ചു. ഓക്കെ, അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. അത് എല്ലാവർക്കും എത്തി. മാത്രമല്ല, അവർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നതെല്ലാം ശിഷ്യന്മാരുടെ അടുത്ത് ശേഖരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, മക്കൾക്ക് അപ്പയും അമ്മയും ഭക്ഷണം തരുമ്പോൾ ഫുഡ്, ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിലും അപ്പാണെങ്കിലും ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വേസ്റ്റ് ആക്കൂലേ? ഇവിടെ യേശുപ്പച്ചൻ വേസ്റ്റ് ആക്കാനൊന്നും പറഞ്ഞില്ല. യേശുപ്പച്ചൻ എന്നാ പറഞ്ഞ, ബാലൻസ് ഉള്ളതെല്ലാം ശിഷ്യന്മാരുടെ അടുത്ത് എടുത്തു വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ ബാലൻസ് ഉണ്ടായിരുന്ന എല്ലാം അവിടെ എടുത്തു വെച്ചു. ഓക്കെ, എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ 12 വലിയ കൊട്ട നിറയെ അപ്പവും മീനും ഉണ്ടായിരുന്നു. അപ്പോൾ 5 അപ്പവും 2 മീനിൽ നിന്ന് ഇത്രയും പേർക്ക് യേശുപ്പച്ചൻ ഭക്ഷണം കൊടുത്തത് എങ്ങനെയാണ്? വാഴ്ത്തിയിട്ട് കൊടുത്തു. അപ്പോൾ അതാണ് യേശുപ്പച്ചൻ ചെയ്ത അത്ഭുതം. മാത്രമല്ല, അവിടെ വന്നവർക്കെല്ലാം ഇത് കിട്ടി. അതോടൊപ്പം തന്നെ ബാക്കിയുള്ളത് എത്ര കൊട്ടയുണ്ടായിരുന്നു? 12 കൊട്ടയുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര വലിയ അത്ഭുതം 5 അപ്പത്തിൽ നിന്ന് 2 മീനിൽ നിന്നും നമ്മുടെ യേശുപ്പച്ചൻ ചെയ്തു. അപ്പോൾ നമ്മുടെ യേശുപ്പച്ചൻ എത്ര പവറുള്ള ആളാണ്, എത്ര കഴിവുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ യേശുപ്പച്ചനെ സ്നേഹിക്കണം. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും യേശുപ്പച്ചൻ്റെ അടുത്ത് പറയണം. യേശുപ്പച്ചന് എന്തും ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഒത്തിരി കാര്യങ്ങൾ യേശുപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുസരിച്ചാൽ യേശുപ്പച്ചന് നമ്മളെ ഭയങ്കര ഇഷ്ടമാവും. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് നല്ല മക്കളായിട്ട് നന്നായിട്ട് സ്വപ്നം കണ്ട് ഇന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ തൊട്ട് അപ്പേനെ അമ്മേനെ അനുസരിച്ച് ഗുഡ് ചിൽഡ്രൻ ആയിട്ട് നല്ല കുട്ടികളായിട്ട് നിങ്ങൾ വളരണം. അപ്പോൾ ഇന്ന് ഗുഡ് നൈറ്റ്, ടാറ്റ, സ്വീറ്റ് ഡ്രീംസ്.